വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താൽപ്പര്യമില്ലെന്നും എന്നാൽ ദുരിതത്തിലകപ്പെട്ടവർക്ക് അവർ പറയുന്നിടത്ത് വീട് വെച്ച് നൽകുമെന്നും സർക്കാരിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചും കേരളത്തിലെ ജനങ്ങളുടെ പണം പാകിസ്ഥാന് വരെ കൊടുത്തവരാണ് ഇടതു നേതാക്കളെന്നും ചൂണ്ടിക്കാട്ടി CPM-നെയും മുഖ്യമന്ത്രിയും ഭരണത്തെയുമെല്ലാം വാരി അലക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇന്നലകളിൽ ചിലവഴിച്ച കണക്കുകൾ കൃത്യമായി പുറത്തുവിട്ടിരുന്നുവെങ്കിൽ CPM-നൊപ്പം പണം പിരിക്കാൻ താനും ഇറങ്ങുമായിരുന്നു എന്നാണ് അഖിൽ മാരാർ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. എന്റെ വിമർശനത്തെ ക്രിയാത്മകമായി എടുത്ത് കണക്കുകൾ പുറത്തുവിടാൻ ഏതെങ്കിലും ഒരു സൈബർ അണിയോ അല്ലെങ്കിൽ ഓൺലൈൻ ഇടത് ചാനലോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ തയ്യാറായിരുന്നെങ്കിൽ CPM-നൊപ്പം പണം പിരിക്കാൻ ഞാനും ഇറങ്ങുമായിരുന്നു. എന്റെ സംഭാവന മുഖ്യമന്ത്രിക്ക് നൽകാമായിരുന്നു. പകരം ഇവർ ചെയ്തത് തെറിവിളിയും കേസെടുക്കലുമായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ജനത്തോട് പറയണമെന്ന് എനിക്ക് തോന്നി. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ കാലത്ത് പാകിസ്ഥാനിൽ പ്രളയമുണ്ടായപ്പോൾ 5 കോടി കൊടുത്തു. കേരളത്തിലെ ജനങ്ങളുടെ പണം പാകിസ്ഥാന് വരെ കൊടുക്കാം എന്ന സത്യം അതോടെ തെളിഞ്ഞു. സുതാര്യത മനസ്സിലാക്കി കാണും. പിണറായി വിജയൻ എന്തായാലും പാകിസ്ഥാന് കൊടുത്തില്ല, മറിച്ച് പാർട്ടിക്കാർ നൽകിയിട്ടുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. കഴിഞ്ഞ തവണ പിണറായി വിജയനെ അധികാരത്തിലെത്തിക്കാൻ വോട്ട് ചെയ്തവരുടെ എണ്ണം 1,55,00,000 പേർ. ഈ മുഖ്യമന്ത്രിയെ ഇവർ വിശ്വസിക്കുന്നുവെങ്കിൽ 1000 രൂപ ഇവർ മാത്രം സംഭാവന നൽകിയാൽ 1000 കോടിക്ക് മുകളിൽ വരും. ഇതിൽ ചിലർക്ക് കൊടുക്കാൻ ശേഷി കാണില്ല, എന്നാൽ മറ്റു ചിലർക്ക് 1 ലക്ഷം കൊടുക്കാനുള്ള ശേഷിയുമുണ്ട്. അതുകൂടാതെ സഹായിക്കാൻ താല്പര്യമുള്ള മറ്റുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും സാലറി ചലഞ്ചുമൊക്കെ ആകുമ്പോൾ വേറെ ഒരു 500 കോടി കൂടി ലഭിക്കണം. അതിനു പുറമെ മറ്റ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സഹായം നേരിട്ട് ചെയ്യാം എന്ന് പറഞ്ഞവർ തന്നെ ഇതിനോടകം 500ഓളം വീടുകളുടെ കാര്യത്തിൽ ഉറപ്പു നൽകി. കേന്ദ്രം പ്രഖ്യാപിക്കാൻ പോകുന്ന തുക വേറെ. അതായത് എന്നെ പോലുള്ളവരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ കേരളത്തിന് കഴിയും എന്ന് സാരം. പണം കിട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി ദാസൻ ജയനെ വോട്ട് ചെയ്തവർക്ക് പോലും വിശ്വാസമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി തെറി വിളിക്കുന്ന ഓരോ സഖാവും കൊടുത്ത പണത്തിന്റെ കണക്ക് കൂടി കമന്റിലിട്ടാൽ അത് മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനം ആകുമെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അതേസമയം ഇതിനു മുമ്പ് അഖിൽ മാരാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ പറയുന്ന സ്ഥലത്ത് വീട് വെച്ച് നൽകാമെന്നും എന്നാൽ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ല എന്ന് തന്നെയാണ് അഖിൽ മാരാർ ഇതിനു മുൻപ് വ്യക്തമാക്കിയതും. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ പറയുന്ന സ്ഥലത്ത് തന്നെ വീട് വെച്ച് നൽകാമെന്ന് തന്നെ അഖിൽ മാരാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. 5 സെന്റ് സ്ഥലത്തിൽ 3 വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് അഖിൽ മാരാരും സുഹൃത്തുക്കളും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയെ മുച്ചൂട് മുടിച്ച സൈബർ അന്തം കമ്മികൾക്ക് ഒരു ചലഞ്ച്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താല്പര്യമില്ല, പകരം 3 വീടുകൾ വെച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അത് എൻ്റെ നാട്ടിലെന്ന് പറഞ്ഞത് വസ്തു വിട്ടു നൽകാൻ എൻ്റെ ഒരു സുഹൃത്ത് തയ്യാറായതുകൊണ്ടും വീട് നിർമ്മാണത്തിന് ആവശ്യം വരുന്ന സാമഗ്രികൾ പലരും സഹായിക്കാമെന്ന് ഉറപ്പ് നൽകിയതും അതോടൊപ്പം വീടുകൾ നിർമ്മിക്കാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി തയ്യാറായതുകൊണ്ടുമാണ്. അതോടൊപ്പം പ്രകൃതിക്ഷോഭങ്ങൾ താരതമ്യേന കുറവായതുകൊണ്ടുമാണ്. സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് വയനാട്ടിൽ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കും. അവർ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്കറിയാത്തത് കൊണ്ടും ഒരാൾ എവിടെ താമസിക്കണമെന്നത് അവരുടെ ഇഷ്ടമായതുകൊണ്ടും സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ വീട് നിർമ്മിച്ച് നൽകുമെന്ന് തന്നെ അഖിൽ മാരാർ പറയുകയായിരുന്നു. ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പങ്കുവച്ചു. അർഹതപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ് എൻ്റെ താല്പര്യം. നാളിതുവരെ ഒരാളെ സഹായിക്കുന്നത് മറ്റൊരാളുടെ പറഞ്ഞു നടക്കുന്ന ശീലം എനിക്കില്ല. എൻ്റെ കർമ്മമാണ് എൻ്റെ നേട്ടം. ഈശ്വരൻ മാത്രം അറിഞ്ഞാൽ മതി. സഖാക്കളുടെ കാണുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. പ്രളയവും ഉരുൾപൊട്ടലും പോലെ വാർത്തകളിൽ നിറയുന്ന ദുരന്തങ്ങളല്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ അലിയുന്ന എത്രയോ മനുഷ്യരുണ്ട്. അത്തരം മനുഷ്യരിൽ അർഹതയുണ്ട് എന്ന് തോന്നി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഞാൻ നൽകിയ ചില സഹായങ്ങൾ സഖാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ അയച്ചതാണ്. അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയാത്തത്. ഇതുപോലെ നേരിൽ കൊടുക്കുന്നതും അല്ലാതെയും ആരെയും ഒന്നും ബോധിപ്പിച്ച് ഞാൻ ജീവിക്കാറില്ല. ചില നാറി സഖാക്കളാണ് ഇവിടെ ഇങ്ങനൊരു പോസ്റ്റ് ഇടാൻ കാരണമാക്കിയതെന്നും അഖിൽ മാരാർ വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.